അങ്ങനെയൊക്കെ ചിറ്റപ്പാ എന്റെ ചിറ്റപ്പ എന്തിന്റെ ഈ ചൂടത്ത് തലയിൽ തോർത്തു വിട്ടോണ്ട് നടക്കണം? ആർക്കറിയാം. രാത്രിയായിരുന്നു കുഴപ്പമില്ലായിരുന്നു, ഇതിപ്പോ പകലിങ്ങനെ തോർത്തു വിട്ടോണ്ട് നടക്കണം. ഇയാൾക്ക് പ്രാന്താണ്. ചിറ്റപ്പാ നിങ്ങൾ അന്വേഷിച്ച് ഒരു വണ്ടി കിടന്ന് കറങ്ങണുണ്ടല്ലോ. എന്റെ പൊന്നു മക്കളെ, ചിറ്റപ്പ എന്നെ ആരെയും വന്നേ ചിറ്റപ്പ ഇല്ലെന്ന് പറഞ്ഞേക്കണടാ. അതെന്തോ നിങ്ങൾ അങ്ങനെ ഒരു ടോക്ക്? എന്തൊരു പറയാനടേ, ഞാൻ ഒരു ദിവസം വീട്ടിൽ ഇരുന്നപ്പോൾ ഒരാൾ വന്ന് എന്നോട് വെള്ളം ചോദിച്ചു. ഞാൻ എന്തിനാ ചെയ്ത് പുള്ളി അകത്ത് കയറ്റിയിരുത്തി ഞാൻ വെള്ളമല്ല ഞാൻ ചായയാണ് കൊടുത്തത്. അതിനാണ് ഇവിടെ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ വലത്തോട്ട് നടക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കാര്യം ആലോചിച്ച് നോക്ക്, ഇങ്ങനെയല്ലാതെ ആരെങ്കിലും ചൂടൊന്ന് ചായ ഇട്ട് കൊടുക്കും. എടാ മക്കളെ, ചിറ്റപ്പന്റെ സംസ്കാരം അല്ലടാ. സംസ്കാരം തന്നെ ഇപ്പൊ ഇന്നോവയിൽ തപ്പി കിടക്കണം. നിങ്ങളൊരു കിഴങ്ങൻ തന്നെ. കിഴങ്ങൊന്നും പറയില്ല. ഒരു സമയം നമ്മളെ ഹീറോ ആയിരുന്നു ചിറ്റപ്പൻ. എടാ മക്കളെ, ചിറ്റപ്പനെ വിഷമിപ്പിക്കുകയാണ്. ചിറ്റപ്പൻ പാവമല്ലടാ.